വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് പൊട്ടറ്റോ ഗ്രീൻ പീസ് മെഴുക്ക് പുരട്ടി അഥവാ ഫ്രൈ ഉണ്ടാക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ ഒട്ടി പിടിക്കത്തില്ല, അതുകൊണ്ടാണ് അതെടുക്കുന്നത്. ഞാൻ വെള്ളം ഒഴിച്ചു, അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെന്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം കുറച്ച് വറ്റി കഴിഞ്ഞു. ഇനി ഒരു ഇച്ചിരി വെള്ളം കൂടെ ഉള്ളൂ. ഇത് റൈസിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാട്ടോ, നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തു. നമുക്കിനി ഇതിന് ആവശ്യമായ വെളിച്ചെണ്ണ, അതായത് ഇപ്പോൾ നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ മതി. അപ്പോൾ ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഉപ്പിട്ടു, പിന്നെ അതിനുശേഷം മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു, കുറച്ച് മുളക് പൊടി കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓണിയനാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ, അതും ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഞാൻ കണ്ടമാനം വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ഇച്ചിരി മൊരിഞ്ഞ് വരുന്ന രീതിയിൽ വരണം, കുഴകുഴാന്നാവരുത്, അതുകൊണ്ട്. അപ്പോൾ ഞാൻ അടച്ച് വെച്ചു. നമുക്ക് നോക്കാം വെന്തോന്ന്. കുറച്ചായിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടപ്പ് തുറന്ന് വെച്ചിട്ട്, അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, പിന്നെ തുറന്ന് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം, പക്ഷേ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വീണ്ടും അടച്ചു വെച്ചു. ഇത് വെന്ത് കഴിയുമ്പോൾ ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ചെയ്യണേ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇത് ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒരു നല്ല പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ പൊട്ടറ്റോ ഗ്രീൻ പീസ് മെഴുക്ക് പുരട്ടി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.